ഈ എക്സ്റ്റെൻഡ് ബേസ് ഡോട്ട് HTML നിങ്ങൾക്ക് യൂസ് ചെയ്യാണ്ടിരിക്കാം. കാരണം നമ്മുടെ ആ ലേഔട്ടിൽ നിൽക്കാൻ വേണ്ടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സാധാ പോലൊരു പേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കി പോകാമെന്നുള്ളത് ഐഡിയ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ HTML പേജ് കാണിച്ച് ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് സെപ്പറേറ്റ് ഒരു HTML പേജ് എക്സ്റ്റെൻഡ് ബേസ് ഡോട്ട് HTML ഇല്ലാതെ ലേഔട്ട് ഇല്ലാതെ വെറുതെ കാണിച്ചു എന്നോർത്തും ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് അങ്ങനെ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. ഇപ്പോൾ എല്ലാ പേജും ലേഔട്ട് ചെയ്യണമെന്നില്ല. ലേഔട്ടിൽ ചെയ്താൽ ആ ലേഔട്ടിനുള്ളിൽ HTML പേജ് കാണാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. ഇപ്പോൾ നമുക്കിനി ഈ HTML പേജിനെ നമ്മൾ ഓൾറെഡി ലോഗിന് വേണ്ടി ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യില്ലേ, ആ ഒരു ഫോം തന്നെയാണ് നമുക്കിവിടെ വേണ്ടത്. ആ സ്റ്റൈൽ സാധനം നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. വേണമെങ്കിൽ പുറത്തുനിന്ന് വേറെ എടുക്കണമെങ്കിൽ വേറെ എടുക്കാം. സെയിം HTML എന്നിട്ട് നമുക്ക് അതിനകത്ത് ഫീൽഡുകൾ മാറ്റിയാൽ മതിയല്ലോ. രജിസ്റ്റർ ഡോട്ട് HTML വരിക, ബ്ലോക്ക് കണ്ടൻറ്റും കൂടെ എടുക്കണം. നമുക്ക് ബ്ലോക്ക് കണ്ടൻറ്റ് ഉൾപ്പെടെ എടുക്കാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ആ ലോഗിൻ പേജ് സെയിം സംഭവമായിരിക്കും നമുക്കിവിടെ കാണുന്നത്. ആക്ച്വലി നമുക്ക് ആ പേജ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഹെഡർ ഡോട്ട് HTML അത് മാറ്റി കൊടുക്കണം. ഹെഡർ ഡോട്ട് HTML നമ്മൾ ഓൾറെഡി ലോഗിൻ കിടന്ന് ലിസ്റ്റ് അടിച്ചാൽ മതി. രജിസ്റ്റർ എന്ന് തന്നെ കൊടുക്കാം. ഇത് നമ്മുടെ URL പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത URL രജിസ്റ്റർ, അതായത് ഈ രജിസ്റ്റർ എന്ന URL കോൾ ചെയ്യുമ്പോൾ വ്യൂവിൽ രജിസ്റ്റർ എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. സോ നമുക്ക് രജിസ്റ്റർ ഡോട്ട് HTML കിട്ടണം. വർക്ക് ചെയ്യേണ്ടത് നോക്കാം. എക്സ്റ്റെൻസ്, ഓക്കെ, ഒരു സിംഗിൾ കോഡ്സ് മിസ്സിങ് ആയി. ഓക്കെ, ഇതിപ്പോൾ ലോഗിൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മളത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ സെയിം ഫോം കോപ്പി ചെയ്തെടുത്തുകൊണ്ടാണ് നമുക്ക് മാറ്റി രജിസ്റ്റർ എന്നുള്ള സംഭവങ്ങളൊക്കെ മാറ്റാം. രജിസ്റ്റർ ഡോട്ട് HTML നമ്മളിവിടെ രജിസ്റ്റർ ഇത് മാറ്റി നമുക്ക് രജിസ്റ്റർ എന്നാക്കാം. ഓക്കെ, രജിസ്റ്റർ. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് യൂസർ ടേബിൾ ഒന്ന് എടുത്ത് നോക്കാം. ടേബിളിൽ എന്തൊക്കെയാണ് വേണ്ടത് ആ ഫീൽഡുകളൊക്കെ നമുക്ക് കൊടുക്കാം. ബ്രൗസ് ഡാറ്റ, ഓത്ത് യൂസറിൽ പോയി. ഓക്കെ, പാസ്വേഡ് വേണം, മസ്റ്റായിട്ടും വേണം, മാൻഡേറ്ററി ആണ്. യൂസർ നെയിം വേണം. ഫസ്റ്റ് ടൈം നമുക്ക് മാൻഡേറ്ററി അല്ല, ഫസ്റ്റ് ടൈം വേണമെങ്കിൽ കൊടുക്കാം. ഇമെയിൽ വേണം. ദെൻ ഈ സ്റ്റാഫ് ഈസ് ആക്റ്റീവ് ഒക്കെ നമുക്ക് അല്ലാണ്ട് കൊടുക്കാം. ഡേറ്റ് ഓഫ് ലാസ്റ്റ് നെയിം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. ഇനി ആവശ്യത്തിന് നമുക്ക് ലാസ്റ്റ് നെയിം ഫുൾ നെയിം ഫസ്റ്റ് നെയിം ഒക്കെ വേണമെങ്കിൽ ആ ഫീൽഡുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പാസ്വേഡും യൂസർ നെയിമും ഇമെയിലും മാത്രം വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നോക്കാം. ദെൻ ബാലൻസ് നമുക്ക് വേണമെങ്കിൽ അത് എങ്ങനെയാണ് ബാലൻസ് നമുക്ക് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫോമെല്ലാം മാറ്റി രജിസ്റ്റർ ഫോമാക്കി. യൂസർ നെയിം വേണം, പാസ്വേഡ് വേണം, പിന്നെ ഇമെയിൽ, യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ, ഇത്ര 3 കാര്യങ്ങളല്ല നമ്മളിപ്പോൾ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് HTML പോയിട്ട് ഇപ്പോൾ യൂസർ നെയിമിൻ്റെ ഫീൽഡ് ചെയ്ത് തൊട്ട് താഴെ നമുക്കൊരു ഇമെയിൽ ഫീൽഡ് ചെയ്യണം. ഈ ഡിവ് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇതാണ് ആ ഡിവ്, ഇത്രയും ഡിവാണ് ആ യൂസർ നെയിം കാണിക്കുന്നത്. കോപ്പി ചെയ്തു. ഇവിടെ നമുക്ക് തൊട്ട് താഴെ നമ്മൾ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ യൂസർ നെയിം മാറ്റി ഇമെയിലിന് കൊടുക്കാം. ഓക്കെ, ഈ ID-യുടെ ഇവിടെ എറർ കാണിക്കാൻ കാരണം ഒരു ID ഒരാൾക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇമെയിലും ID. ഇപ്പോൾ നമുക്ക് ഈ ID വേണ്ട, നമുക്ക് ജാവാസ്ക്രിപ്റ്റോ അജാക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ജേക്കൂറിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലാണ് ഈ ID-യൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഈ ID നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ കിടന്നോർത്ത് ഇഷ്യൂ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ എറർ മാറി. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാൻ ചെയ്യുന്നത് ഇവിടെ ടെക്സ്റ്റ്, നമുക്ക് ഇമെയിൽ ഫീൽഡിനെ നമുക്ക് ടെക്സ്റ്റാക്കി വെച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ഏത് ടെക്സ്റ്റും ഇമെയിൽ ഫീൽഡിൽ കയറിപ്പോവും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഏത് ഫീൽഡും, അതായത് ഇവിടെ ഇപ്പം നമ്മുടെ ഇമെയിൽ ഫീൽഡ് വന്നു, എനിക്കിവിടെ ഏത് ഫീൽഡും അടിക്കാൻ പറ്റും. അതേസമയം ഇതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ് മാറ്റി ഇമെയിലാക്കി വയ്ക്കുകയാണെങ്കിൽ അവിടെ ഇമെയിൽ മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ഇമെയിലാക്കി സെറ്റ് ചെയ്യാം, പാസ്വേഡിന് പാസ്വേഡാക്കി സെറ്റ് ചെയ്യാം,
ഇനി നമുക്ക് ചില കേസസിൽ എനിക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ഇമെയിൽ എൻ്റർ യൂസർ നെയിം ഇവിടെ കാണിച്ചിരിക്കുന്നത്, അത് നമുക്ക് മാറ്റാം. വേണമെങ്കിൽ അത് പ്ലേസ് ഹോൾഡറാണ്. പ്ലേസ് ഹോൾഡറിൽ എൻ്റർ ഇമെയിൽ എന്ന് കൊടുത്താൽ അതവിടെ പ്ലേസ് ഹോൾഡറായിട്ട് കാണിക്കും. ഓക്കെ, എൻ്റർ ഇമെയിൽ, എൻ്റർ യൂസർ നെയിം, എൻ്റർ പാസ്വേഡ്. അപ്പോൾ നമുക്കിവിടെ യൂസർ നെയിം, പാസ്വേഡും ഇമെയിലും പാസ്വേഡും കാണിച്ച് നമുക്ക് പുതിയൊരാളെ രജിസ്റ്റർ ചെയ്യും. സബ്മിറ്റ് എന്നുള്ള മാറ്റി നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി രജിസ്റ്റർ. സാധാരണ കേസിൽ നമുക്ക് പാസ്വേഡും കൺഫേം പാസ്വേഡും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പാസ്വേഡ് മാത്രം കൊടുത്ത് ചെയ്യാം. പാസ്വേഡും കൺഫേം പാസ്വേഡും വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തുള്ള സംഭവം ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂസർ നെയിം, ഇമെയിൽ, ദെൻ പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം ഒന്നിൽ പോസ്റ്റാണ്, ഗെറ്റാണ്, മെത്തേഡ് നോക്കണം. URL ഇപ്പം നമുക്ക് സെയിം ഇത് തന്നെ മതി. സോ ഡോട്ട് നമ്മൾ മെത്തേഡ് പോസ്റ്റാക്കി എടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് യൂസർ നെയിമിനൊരു നെയിം, യൂസർ നെയിം ഈ നെയിം കൊടുക്കണം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ നെയിമിനോട് ബൈൻഡ് ചെയ്തായിരിക്കും എല്ലാം പോകുന്നത്. ഇവിടെ മാറ്റി ഇമെയിൽ എന്ന് കൊടുക്കാം നെയിം. ഈ നെയിം ഏതാണ്, നമ്മുടെ ഇതിൻ്റെ കൂടെ ഈ ഇവിടെ അടിക്കുന്ന യൂസർ നെയിമും ഇമെയിലും പാസ്വേഡും ബൈൻഡ് ചെയ്ത് പോയി നമുക്ക് ബാക്ക് എൻഡിൽ ഈ പേര് കോൾ ചെയ്താണ് നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പാസ്വേഡ്. ഓക്കെ, നമുക്ക് നേരെ വ്യൂ ഫംഗ്ഷനിലേക്ക് വിടാം. ഇവിടെ ഇതെന്താണ്, ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് വരുന്ന മെത്തേഡ് എന്ത് മെത്തേഡാണെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈനപ്പിൽ നമ്മൾ ചെയ്ത ഇതേ മെത്തേഡ് തന്നെ ഇവിടെ ചെയ്യണം. അതായത് ഈഫ് റിക്വസ്റ്റ് ഡോട്ട് ഈഫ് റിട്ടേണിൻ്റെ താഴെ ഒന്നും വർക്ക് ചെയ്യില്ല. റിട്ടേണിലൂടെ ആ ഫംഗ്ഷൻ്റെ ഇത് തീരും. റിക്വസ്റ്റ് ഇപ്പം നമുക്ക് ആദ്യം യൂസർ നെയിം എടുക്കാനല്ല. അപ്പോൾ യൂസർ നെയിം ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് ഡോട്ട് ഗെറ്റ്. ഏതാണ് ഗെറ്റ്? നമ്മൾ യൂസർ നെയിം ബൈൻഡ് ചെയ്ത നെയിം അവിടെ നിന്ന് ഏതാണ്, യൂസർ നെയിമാണ്. അതായത് ഈ നെയിമിൻ്റെ കൂടെയാണ് യൂസർ നെയിം ബൈൻഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് യൂസിൽ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ യൂസർ നെയിമിന് ഞാൻ യു എന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളതിൽ എടുക്കാം. അതും ഇതും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, ഇതാണ് അവിടെ നിന്ന് ബൈൻഡ് ചെയ്ത് വരുന്നത്. ഇത് ഞാൻ ഇഷ്ടമുള്ളൊരു വേരിയബിൾ എനിക്ക് എടുക്കാം. ഓക്കെ, ദെൻ എല്ലാത്തിനും സെയിം മെത്തേഡാണ്. ഓക്കെ, ദെൻ പാസ്വേഡ്, യൂസർ നെയിം, ഇമെയിൽ. ഓക്കെ, എല്ലാത്തിനും ഒരേപോലെ പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇമെയിൽ ബൈൻഡ് ചെയ്ത് വരുന്ന ഇമെയിൽ, ദെൻ പാസ്വേഡ് ബൈൻഡ് ചെയ്ത് വരുന്നത് പാസ്വേഡ്. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങൾ ഇതിനകത്തേക്ക് ബൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഈ മെത്തേഡ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എഴുതാം. ഈഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആകുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത്രയും കാര്യങ്ങൾ ഗെറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ വർക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു പേജ്, അതായത് രജിസ്റ്റർ, അതായത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ രജിസ്റ്ററിനകത്ത് ഈ വ്യൂ ഫംഗ്ഷനാണ് കോൾ ആവുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻ ഫസ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഈ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണോ? അല്ല. കാരണം ഫസ്റ്റ് നമ്മൾ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് ആണ് വരുന്നത്. സോ ഈ ഫംഗ്ഷൻ അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവില്ല. സോ ഇത്രയും ബോഡിയും വർക്കാവില്ല. സോ എന്ത് വർക്കാവും, ഈഫ് വർക്കാത്തതുകൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് സ്കിപ്പാവും. അതായത് ഈ 38 എന്നുള്ള ലൈൻ വർക്ക് ചെയ്യും. സോ റിട്ടേൺ രണ്ടര നമുക്ക് രജിസ്റ്റർ ഡോട്ട് HTML പേജ് ലഭിക്കും. രണ്ടാമത് നമ്മളിവിടെ എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം പോസ്റ്റ് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ മതി എഗെയിൻ ഈ വ്യൂ ഫംഗ്ഷൻ തന്നെയാണ് പിന്നെയും കോൾ ആവുന്നത്. കാരണം നമ്മൾ ഇവിടെ രജിസ്റ്റർ ഫോമിൻ്റെ URL എന്താ കൊടുത്തു വെച്ചിരിക്കുന്നത്, ഏത് കോൾ ആവണമെന്നാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്, ആക്ഷൻ ഡോട്ട് ഇട്ട് കൊടുത്താൽ സെയിം URL തന്നെ കോൾ ആവും. നമുക്കിവിടെ മാനുവലി എഴുതി കൊടുക്കുകയും ചെയ്യാം. വേറെ URLിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനിത് കൊടുത്തേക്കുന്നത് സെയിം URL തന്നെ വീണ്ടും കോളായി. അപ്പോൾ എന്തുവരും, ഈ സെയിം വ്യൂ ഫംഗ്ഷൻ തന്നെയാണ് രണ്ട് കേസിലും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായി, ഈഫ് മെത്തേഡ് പോസ്റ്റ് എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. സോ ഇതിനുള്ളിൽ കയറിയിട്ട് ഇതെല്ലാം റീഡ് ചെയ്യും. ഇതിനകത്ത് വേണം നമുക്ക് നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള
ഡീറ്റെയിലും കൊടുക്കുക. എല്ലാ ഡീറ്റെയിലും കഴിയുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ദെൻ പുറത്തേക്ക് വരും. അപ്പോൾ റിട്ടേൺ ഈ പേജ് തന്നെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു പേജിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പോകണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റിട്ടേൺ റീഡയറക്റ്റ് എന്നൊരു പേജ് കൊടുത്ത് നമുക്ക് വേറെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡും കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് യൂസർ നെയിം, അതായത് ഈ യൂസർ നെയിമാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യണേ. അത് ഈ യൂസർ നെയിം എന്നോട് പ്രിൻറ്റ് ചെയ്തോളൂ. യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രിൻ്റായി കിട്ടും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പേജ് റീഫ്രഷ് ചെയ്യാം. യൂസർ നെയിം ABC, പാസ്വേഡ് ഇമെയിൽ abc123@gmail.com കൊടുത്ത് പാസ്വേഡ് നമുക്ക് 123 എന്ന് കൊടുക്കാം. രജിസ്റ്റർ. ഇപ്പോൾ ഒന്നും സംഭവിക്കില്ല, കാരണം പോസ്റ്റ് മെത്തേഡ് എടുത്ത് ഓക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഡേറ്റേഴ്സും ഇവിടെ ABC 123@gmail.com 123 പാസ്വേഡ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ആ സ്റ്റെപ്പ് മാത്രം ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ക്രിയേറ്റ് യൂസർ എന്നൊരു നമുക്കത് ചെയ്തിട്ട് വേണം യൂസർ ക്രിയേറ്റ് ചെയ്യാൻ.